നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കോളിഫ്ലവർ മക്രോണി മസാലയാണ്. അതിനായി ഒരു കപ്പ് മക്രോണി ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം മക്രോണി വേവിച്ച് ഊറ്റി വെക്കണം. ശ്രദ്ധിക്കേണ്ടത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഈ മക്രോണി വേവിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചിരിക്കണം. അത് വേവിച്ച് ഞാൻ ഊറ്റി മാറ്റി വെച്ചു. ദെൻ ഒരു പാനിൽ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാളയുടെ പകുതി അരിഞ്ഞതും 1/4 കപ്പ് ബീൻസും 1/4 കപ്പ് ക്യാരറ്റും കൂടെ അരിഞ്ഞ് നല്ലവണ്ണം വഴറ്റുക. അത് വഴന്ന് കഴിയുമ്പോൾ ചെറുതായി ചോപ്പ് ചെയ്ത ഒരു തക്കാളി ചേർത്ത് നല്ലവണ്ണം വഴറ്റുക. ഈ തക്കാളി വഴന്നതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം കോളിഫ്ലവർ ചേർക്കുക. കോളിഫ്ലവർ വൃത്തിയാക്കേണ്ട എങ്ങനെയാണെന്ന് അറിയാമല്ലോ. കോളിഫ്ലവർ ചേർത്തതിന് ശേഷം അത് 1 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക. വെന്തതിന് ശേഷം മല്ലിയില വിതറി ഒരു 2 മിനിറ്റ് അടച്ചു വെക്കുക. ആ മല്ലിയിലയിലേക്ക് സോക്കാവാനാണ്. ദെൻ നമ്മൾ വേവിച്ച് വെച്ച കോളിഫ്ലവർ മക്രോണി അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഇളക്കി ഒരു 5 മിനിറ്റ് ചെറു തീയിൽ ഒന്ന് ആവി കയറ്റുക. ദെൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കോളിഫ്ലവർ മക്രോണി മസാല കഴിക്കാൻ പാകമായിട്ടുണ്ട്. ചൂടോടെ തന്നെ കഴിക്കണം. നല്ല ടേസ്റ്റാണ്. വെജിറ്റേറിയൻസിനായിരിക്കും ഇത് കുറച്ചുകൂടി ഇഷ്ടപ്പെടുക. നോൺ വെജിറ്റേറിയൻസിന് ഈ കോളിഫ്ലവറിന് പകരം ചിക്കൻ ചേർക്കാം കേട്ടോ. താങ്ക് യു.